നിങ്ങൾ പരിശോധിക്കൂ, അതിൽ പങ്കെടുത്ത ആരോടെങ്കിലും ചർച്ച പങ്കെടുത്ത് ചോദിക്കൂ. അങ്ങനെ ചോദിക്കുമ്പോൾ സത്യം മനസ്സിലാവും എന്താണ് സാധാരണ പോലെ. കെ അനിൽകുമാർ, കഴിഞ്ഞ 2 ദിവസത്തെ ചർച്ചകൾക്ക് ഭിന്നമായിട്ട് താങ്കൾ പങ്കെടുത്ത ചർച്ചകളും ഞാൻ ശ്രദ്ധിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം താങ്കൾ പങ്കെടുത്ത ചർച്ചകളും ഞാൻ ശ്രദ്ധിച്ചിരുന്നു. ഇന്നത്തെ ചർച്ചയിൽ തുടക്കത്തിൽ താങ്കൾ ആ ഡയറക്ടർ വിളിച്ച യോഗത്തിൽ ഈ മദ്യനയവുമായി ബന്ധപ്പെട്ടുള്ള സ്റ്റേക്ക് ഹോൾഡേഴ്സിന്റെ കാര്യം പറഞ്ഞാണ് തുടങ്ങിയത്. അതിൽ താങ്കൾ എത്ര പേർ അതിനകത്ത് മദ്യനയവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ആളുകളാണ്, അഭിപ്രായം പറയാൻ അർഹരാണ് എന്ന കാര്യം ആദ്യം തന്നെ ചോദിച്ചിരുന്നു. അത് ഞാൻ എണ്ണി പറഞ്ഞപ്പോൾ താങ്കൾ അതിൽ നിന്ന് മാറിയിട്ട് പിന്നെ താങ്കൾ പറഞ്ഞു മെയ് 21-ന് ടൂറിസം ഡയറക്ടർ യോഗം വിളിച്ചതിൻ്റെ പിറ്റേന്ന് തന്നെ ഈ ബാർ ഉടമകൾ യോഗം വിളിച്ചിട്ട് അന്ന് തന്നെ അനിമോൻ പറയുന്നു ഇത്രയും രൂപ പിരിഞ്ഞു കിട്ടിയിട്ടുണ്ടെന്ന്. അപ്പോൾ ഒറ്റ ദിവസം കൊണ്ട് എങ്ങനെ ഇത്ര രൂപ പിരിഞ്ഞു കിട്ടിയിട്ടുണ്ടെന്ന്? അപ്പോൾ ഞാൻ പറഞ്ഞു അതിന് മുൻപ് തന്നെ യോഗം ചേർന്നിട്ടുണ്ട്, ചീഫ് സെക്രട്ടറി തന്നെ യോഗം വിളിച്ചിട്ടുണ്ട്, അത് ബാർ ഉടമകളുമായിട്ടും സംസാരിച്ചിട്ടുണ്ട്, സ്റ്റേ ഹോൾഡേഴ്സ് എന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട് ചീഫ് സെക്രട്ടറി. പലതരത്തിൽ ചർച്ച നടന്നിട്ടുണ്ട് എന്നും പറയുന്നുണ്ട്, ചീഫ് സെക്രട്ടറിയുടെ റിലീസിൽ അത് പറയുന്നതാണ്. അത് പറഞ്ഞപ്പോൾ താങ്കൾ പിന്നെ അത് പറഞ്ഞു മന്ത്രിതലത്തിൽ ചർച്ച നടന്നിട്ടില്ലല്ലോ എന്ന്. പിന്നെ പറഞ്ഞു ഇതൊക്കെ ഇവിടെ അറിയാവുന്ന കാര്യമാണല്ലോ എന്ന്. ആർക്കറിയാവുന്ന കാര്യം? നിങ്ങൾ നടത്തുന്ന ചർച്ചകൾ പുറത്തുവന്നത് ഈ ഒറ്റ കാരണം കൊണ്ടാണ്. ബാർ ഉടമയായ അനിമോന്റെ ശബ്ദ സന്ദേശം വന്നതുകൊണ്ടാണ് ഇത് കയ്യോടെ പിടിക്കപ്പെട്ടത് ശ്രീ കെ അനിൽകുമാർ. അല്ലെങ്കിൽ ഇത് പൊതുസമൂഹം ഇപ്പോൾ ചർച്ച ചെയ്യേണ്ട കാര്യവും ഇല്ല, ഇതാരും അറിയാനും പോകുന്നില്ല. അതാണ് ചാമക്കാല പറഞ്ഞത്. ഇലക്ഷന് ശേഷം പെരുമാറ്റച്ചട്ടത്തിന് ശേഷം ചില കാര്യങ്ങൾ ഓങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അത് നടക്കാതിരിക്കുന്നതിന് കാരണം ഒന്നിന് പിന്നാലെ മറ്റൊന്നായി തെളിവുകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് മന്ത്രിമാർ പറയുകയാണ് ഇവിടെ ഒരു ചർച്ചയും ജനിക്കാത്ത നോക്കരുതെന്ന്. ജനിച്ച കുഞ്ഞിന്റെ തന്നെ ജാതകമാണ് നോക്കുന്നത്. മറുപടി പറയാം. ഞാൻ ഒരു വാദത്തിനും മാറിയിട്ടില്ല. എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല ബാർ ഹോട്ടലിന്റെ സമയം തുറന്നിരിക്കുന്നതും കുറഞ്ഞിരിക്കുന്നതും ഹൗസ് ബോട്ടുകാരെ മനസ്സിലാക്കുന്നുള്ള നിങ്ങളുടെ ബുദ്ധി ചില്ലിട്ട് വെക്കേണ്ട ബുദ്ധിയാണ്. ഒരു ബുദ്ധിയുമല്ല. താങ്കൾ ആദ്യം പറഞ്ഞു ഇല്ലല്ല താങ്കൾക്ക് ഈ സമയം തരാൻ പറ്റില്ല. കേരള അല്ലല്ല താങ്കൾ വീണ്ടും ആ വാദം ഉന്നയിക്കുകയാണ്. കേരള ട്രാവൽ മാർട്ട് ഇതുമായി യാതൊരു ബന്ധവുമില്ല എന്ന് പറഞ്ഞു. അതിന്റെ പ്രസിഡന്റിനെ താങ്കൾ വിളിച്ചു നോക്കൂ. ജോസ് പ്രദീപിനെ താങ്കൾ വിളിച്ചു നോക്കൂ. ജോസ് പ്രദീപ് പറയും. ജോസ് പ്രദീപിനെ വിളിച്ചു നോക്കൂ. ശ്രീ ജ്യോതി ചാമക്കാല, താങ്കൾ വെറുതെ വന്നിരുന്ന കാളമൂത്രം പോലെ പറഞ്ഞു പോകുന്നതാണോ ഈ മെയ് 22-ന് സെക്രട്ടറിമാരുമായിട്ട് ടൂറിസം മന്ത്രി കണ്ടു എന്നുള്ള കാര്യവും ജൂൺ 10-ലെ കാര്യവും? അല്ല, സമയം കഴിഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ ജ്യോതികുമാറിനോട് ചോദിച്ചത്. ഇത് തെറ്റാണ്. ഇല്ലല്ല, ഇത്രയും സമയം പറഞ്ഞ കാര്യം തന്നെ വീണ്ടും ഒരു പ്രധാനപ്പെട്ട ആരോപണം ശ്രീ കെ അനിൽകുമാർ താങ്കൾ ചാമക്കാലയ്ക്കെതിരെ ഉന്നയിച്ചു. കാളമൂത്രം പോലെ പറഞ്ഞിട്ട് പോകരുത് എന്ന് പറഞ്ഞു. മെയ് 22-ലെ കാര്യവും ജൂൺ 10-ലെ കാര്യവും. അതിനുള്ള മറുപടിക്ക് ചാമക്കാലയ്ക്ക് അവസരം കൊടുത്തേ പറ്റൂ. ചാമക്കാല, ഞാൻ അദ്ദേഹത്തിന് അഴിമതി എന്ന് പറഞ്ഞാൽ ഉടനെ റിയാസിനെ ഓർമ്മ വരുന്നെങ്കിൽ ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? അഴിമതി എന്ന് പറഞ്ഞാൽ ഉടനെ അദ്ദേഹത്തിന്റെ മനസ്സിൽ ഓർമ്മ വരുന്നത് റിയാസിനെ സംബന്ധിച്ചാണ്. റിയാസ് അഴിമതിക്കാരനാണെന്ന് ഞാൻ മാത്രമല്ല ഇപ്പൊ താങ്കൾ സമ്മതിക്കുന്നത് തുല്യമാണ്. ഏതായാലും ഉടക്കട്ടെ. ഇവിടെ ഞാൻ പറഞ്ഞത് എന്താണ്? 21-ം തീയതി ഇത്തരത്തിൽ ടൂറിസം ഡയറക്ടർ മീറ്റിംഗ് വിളിച്ചു. 22-ം തീയതി ഞാൻ പറഞ്ഞേ അതൊക്കെ പറയാൻ അവസരം താങ്കൾ ഇദ്ദേഹത്തിനെതിരെ ഉന്നയിച്ച ആരോപണം നമ്മുടെ മേക്കിട്ട് കയറാൻ മര്യാദ കാണിക്കണം. അനിൽകുമാറെ, ചർച്ചയ്ക്കകത്ത് മര്യാദ കാണിക്കണം. ചർച്ചയ്ക്കകത്ത് മര്യാദ കാണിക്കണം. ആരെങ്കിലും ഹെഡ് ക്വാർട്ടേഴ്സിൽ നിന്ന് വിളിച്ചു പറഞ്ഞെങ്കിൽ ആരെങ്കിലും ഹെഡ് ക്വാർട്ടേഴ്സിൽ നിന്ന് വിളിച്ചു പറഞ്ഞിട്ടുണ്ടെങ്കിൽ മര്യാദ കാണിക്കണം. ക്ലിപ്പോസ് ഇത് കോളൊന്നും വിചാരിച്ചിട്ട് ചാനൽ ന്യൂസ് എഞ്ചിനാണ്. ക്ലിപ്പോസിന്റെ അടുക്കളയിൽ ചർച്ച ചലിച്ചത് അൽകുമാർ നിർത്തണം. മര്യാദ കാണിക്കണം. എനിക്ക് സംസാരിക്കാനുള്ള അവസരമാണ്. മഞ്ജുഷ നടക്കത്തില്ല. മര്യാദ കാണിക്കണം. ക്ലിപ്പോസിൽ മെസ്സേജ് വന്നിട്ടുണ്ടെങ്കിൽ അത് കേസെടുക്കാൻ പറയും. സമ്മതിക്കില്ല. മഞ്ജുഷ കളവ് പറഞ്ഞിട്ട് അല്ല, താങ്കൾ അവസരം കഴിഞ്ഞേ. ഞാൻ പറഞ്ഞില്ല. അല്ലെങ്കിൽ പറഞ്ഞില്ല. അല്ലെങ്കിൽ സ്ഥിരമായിട്ട് ഇതുപോലെ തെമ്മാടിത്തരം കാണിക്കുന്നത് അനിൽകുമാർ ചർച്ച വന്നിരുന്നിട്ട് വെച്ച് പറയാതെ ശ്രീ കെ അനിൽകുമാർ മഞ്ജുഷ കളവ് പറഞ്ഞ് താങ്കൾ അവസരത്തിൽ പറയും.
ഇല്ല, ഒരു കാരണവശാലും പറ്റത്തില്ല. ഞാൻ സംസാരിക്കട്ടെ, ഞാൻ സംസാരിച്ചേ മതിയാവൂ. എനിക്കെതിരായി പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് എനിക്ക് പറഞ്ഞേ മതിയാവൂ. താങ്കൾക്ക് തർക്കവുമില്ല. താങ്കൾക്ക് അവസരത്തിന്റെ കൂമ്പാരമാണ് തന്നത്. താങ്കൾക്ക് അവസരത്തിന്റെ കൂമ്പാരം തന്നെ തന്നു. ജ്യോതികുമാറിനും പത്മകുമാറിനും ഒട്ടും സമയം കൊടുക്കില്ല. ഒരു കാരണവശാലും താങ്കൾ സമയം എടുത്ത് നോക്കൂ. താങ്കൾ സമയം എടുത്ത് നോക്കൂ. താങ്കൾക്ക് എത്ര സമയം കിട്ടിയെന്ന് നോക്കൂ ജ്യോതികുമാർ. നിങ്ങൾ എന്റെ ഭാഗം എനിക്ക് ന്യായീകരിക്കണം. എനിക്കതിന് സമയം വേണം. അപ്പൊ അത് മ്യൂട്ട് ചെയ്യൂ മഞ്ജുട്ടെ. നീ മ്യൂട്ട് പറ്റില്ല. ജ്യോതികുമാർ പറയട്ടെ. ഒരു കളവുമില്ല അനിലേ. ഞാൻ നിലപാട് മാറ്റിയില്ല. ശരി, താങ്കൾ നിലപാട് മാറ്റിയില്ല, അത്രേ ഉള്ളൂ. ശ്രീ ജ്യോതികുമാർ അല്ല, ഞാൻ ചർച്ച മുന്നോട്ട് പോകുന്നതിന് വേണ്ടി പറയുകയാണ്. അനിൽ മിണ്ടാതിരിക്കൂ. അനിൽ നിലപാട് മാറ്റിയൊന്നും അല്ല. ജ്യോതികുമാർ പറയൂ. ഇത് അലിമ്പാക്കാൻ വേണ്ടിയാണ്, വസ്തുതകൾ പറയാതിരിക്കാൻ വേണ്ടിയാണ്. നിങ്ങളെ തിരുത്തണം. നിങ്ങളെ തിരുത്തിയില്ലേ ഞാൻ ജ്യോതികുമാർ നിലപാട് മാറ്റി നിങ്ങൾ കളവ് പറഞ്ഞു. തിരുത്തിയാൽ ഞാൻ നിർത്താം. തിരുത്തിയാൽ ഞാൻ നിർത്താം. നിങ്ങൾ തിരുത്തണം. ഞാൻ ഇവിടെ തെറ്റായ ഒരു കാര്യം പറഞ്ഞില്ല. ഞാൻ നിലപാട് മാറ്റിയിട്ടില്ല. ഓ ആയിക്കോട്ടെ ജ്യോതികുമാർ, നടക്കത്തില്ല പരിപാടി. ആയിക്കോട്ടെ നിങ്ങൾ ആരും ഞങ്ങളുടെ മേലെയല്ല. ആരും ആരുടെയും മേലെയല്ല ജ്യോതികുമാർ. മഞ്ജുഷ് ശരി, വ്യക്തമായി പറയാൻ ആഗ്രഹിക്കുന്നു. ജ്യോതികുമാർ അല്ല, നിങ്ങളാണ് ഏറ്റവും മേളിൽ. നിങ്ങൾ കേസെടുക്കുന്നേ, നിങ്ങൾ മഞ്ജുഷിനെ പിടിച്ചാകുന്നേ. ഞാൻ സംസാരിക്കട്ടെ ആദ്യം. ഇല്ല വേണ്ട വേണ്ട, എല്ലാത്തിനും മേളിൽ ആളുണ്ടല്ലോ ക്ലിപ്പ് ഹൗസിൽ അടുക്കള. അവിടെ ഞാൻ സംസാരിക്കട്ടെ, കേക്ക്. ഇവിടെ നിങ്ങളോടല്ലോ സംസാരിക്കും. നിങ്ങൾ മര്യാദ കാണിക്കണം. എന്റെ അവസരത്തിലാണ് സംസാരിക്കുന്നത്. അല്ല, നമുക്ക് സംസാരിക്കാം. താങ്കൾ കൊച്ചു കുട്ടികളെ പോലെ തുടങ്ങാതെ, നിങ്ങൾ എന്റെ കുട്ടികളെ പോലെ തുടങ്ങാതെ. ജ്യോതികുമാർ പറയട്ടെ. മഞ്ജുഷോട് പറഞ്ഞത് രാമക്കാലം എന്തിനാണ് ഇടപെടുന്നത്? അല്ലേ, താങ്കൾ ഈ കൊച്ചു കുട്ടികളെ പോലെ സംസാരം നിർത്തൂ. എന്റെ അവകാശം, എന്റെ അവസരത്തിലാണ് പറയുന്നത്. പറഞ്ഞാൽ മനസ്സിലാവില്ല എനിക്ക്. ഒരു കൊച്ചുകുട്ടികളെ നിങ്ങൾ വിഡ്ഢിത്തരം വീട്ടിൽ പോയി പറയണം. എന്റെ അവസരത്തിൽ സംസാരിക്കരുത്. ജ്യോതികുമാർ പറയട്ടെ. നിങ്ങൾ ഇവിടെ കള്ളത്തരം പറഞ്ഞ ഞാൻ നിലപാട് മാറ്റിയെന്ന് കള്ളം പറഞ്ഞാൽ ഏത് കാര്യത്തിലാണ് താങ്കൾ എന്തിന്റെ കാര്യമായി പറയണേ? കൊച്ചുകുട്ടിയാണ്. എന്ത് കാര്യമാണ് താങ്കൾ നിലപാടില്ലാത്ത അനിൽകുമാർ എന്ത് നിലപാടേ? എന്ത് കാര്യമാണ് താങ്കൾ ഏത് നിലപാട് മാറ്റിയത്? നമുക്ക് ചർച്ച ചെയ്യാം. ഏത് നിലപാടിന്റെ കാര്യം താങ്കൾ പറയണത്? ഏത് നിലപാടിന്റെ കാര്യമാണ്? ഏത് നിലപാടാണ്? ഇങ്ങോട്ട് പറയൂ. ഏത് നിലപാടാണ്? ഒറ്റ സെക്കൻഡ്. ഞാൻ 2 തവണ പറഞ്ഞിട്ട് താങ്കൾക്ക് മനസ്സിലായില്ല. 2 തവണ പറഞ്ഞിട്ട് മനസ്സിലായില്ല. താങ്കൾ പറഞ്ഞ സ്റ്റേക്ക് ഹോൾഡേഴ്സിന്റെ ലിസ്റ്റ് എടുത്ത് നോക്കൂ. അതിനകത്ത് ഈ മദ്യനയവുമായി ബന്ധപ്പെട്ട് അഭിപ്രായം പറയാവുന്ന എത്ര പേരുണ്ടെന്ന് ഞാൻ പറഞ്ഞു. 7 പേരെന്ന് പറഞ്ഞു. താങ്കൾ തെളിയിക്കാൻ പറ്റുമെങ്കിൽ തെളിയിക്കൂ. താങ്കൾ കേരള ട്രാവൽ മാർട്ടിന്റെ പ്രസിഡന്റിനെ വിളിച്ച് ചോദിക്കൂ. ജോസ് പ്രദീപിനെ വിളിച്ച് ചോദിക്കൂ. ധൈര്യമുണ്ടോ ചോദിക്കാൻ? ചോദിക്കൂ. നിങ്ങൾ മറുപടി പറയാൻ സമ്മതിക്കില്ലല്ലോ. താങ്കളുടെ മറുപടിക്കുള്ള അവസരം കഴിഞ്ഞില്ലേ? താങ്കളുടെ 3 മണിക്കൂർ സംസാരിച്ചു. അല്ലല്ല മഞ്ജുഷേ, അതിന് നിങ്ങൾ മറുപടി പറയാൻ സമ്മതിക്കില്ല. എന്താ താങ്കൾ പറയുന്നത്? ഞാനൊന്നും പറയുന്നില്ല. താങ്കൾ സംസാരിക്കുന്ന ഈ ചർച്ചയിൽ മര്യാദ കാണിക്കട്ടെ. അനിൽകുമാറിനെ പോലെ അഴിമതിക്ക് കൂട്ടുപിടിക്കുന്ന ഒരു മനുഷ്യൻ ഈ ചർച്ച അലിമ്പാക്കാൻ വേണ്ടി മാത്രം വന്നിരിക്കല്ലേ? ദിവസം 12 മണി വരെ നടക്കുന്ന ഹൗസ് ബോട്ടുകാർക്ക് ഡ്രൈ ഡേയുമായിട്ട് എന്ത് ബന്ധം? ഹൗസ് ബോട്ടുകാർക്ക് ഡ്രൈ ഡേ ആയിട്ട് എന്ത് ബന്ധം? ശരി ആയിക്കോട്ടെ. ഒരു കാര്യം ചുമ്മാ പറയുകയാണ്. എന്റെ പൊന്നു അനിൽകുമാർ, താങ്കൾ ഹൗസ് ബോട്ട് ഓഫീസിലെ കാണുന്നതല്ലേ? കുമരകത്തല്ലേ താങ്കളുടെ വീട്? താങ്കളുടെ വീട്. ഏതെങ്കിലും ഒരു ഹൗസ് ബോട്ടുകാരനോട് ചോദിക്കൂ, ടൂറിസ്റ്റുകളുടെ എണ്ണം കൂടുന്നതാണോ കുറയുന്നതാണോ അവർക്ക് താല്പര്യമെന്ന്. ആ ഒറ്റ മറുപടി കേട്ട് താങ്കൾ ഇവിടെ വന്ന് അതിനുള്ള മറുപടി പറയൂ. ശരി, ജ്യോതികുമാർ പറഞ്ഞോളൂ. അല്ലല്ല, അത് വേറെ കാര്യമൊന്നുമല്ല ജ്യോതികുമാർ. പിന്നെ നിങ്ങൾ എന്താണ് പറയുന്നത്? ടൂറിസം ഡിപ്പാർട്ട്മെന്റ് എന്താണ് പറയുന്നത്? ടൂറിസ്റ്റുകളുടെ എണ്ണം കൂടണമെങ്കിൽ ഡ്രൈ ഡേ ഒഴിവാക്കണം എന്നുള്ളത് ടൂറിസം മേഖലയിൽ പ്രവർത്തിക്കുന്ന എല്ലാവരുടെയും ആഗ്രഹമാണ്. താങ്കൾ നേരത്തെ പറഞ്ഞല്ലോ കേരള ട്രാവൽ മാർട്ടിന്റെ കാര്യം. അത് ചീറ്റിപ്പോയില്ലേ? ശരി ജ്യോതികുമാർ. ആയിക്കോട്ടെ ജ്യോതികുമാർ. ഇവിടെ മഞ്ജുഷ എന്താ വിഷയം എന്നറിയാമോ? ഇവിടെ അദ്ദേഹം നട്ടാൽ കുരുക്കാത്ത കളവ് പറഞ്ഞിരിക്കുക. അദ്ദേഹം കേൾക്കാൻ അദ്ദേഹത്തിന് താല്പര്യമില്ല. ഞാൻ പറഞ്ഞത് 21-ാം തീയതി മീറ്റിംഗ് കഴിഞ്ഞതിന് ശേഷം 22-ാം തീയതി മന്ത്രിയുടെ ചേംബറിൽ നടന്ന യോഗത്തെ സംബന്ധിച്ച്, സെക്രട്ടറിമാരുടെ യോഗത്തെ സംബന്ധിച്ച് ഉടനെ അദ്ദേഹം പറയുന്നത് മുഹമ്മദ് റിയാസാണ്. കേൾക്കേണ്ടതൊന്ന് ഞാൻ പറഞ്ഞത് എക്സൈസ് മന്ത്രി വിളിച്ചു ചേർത്ത യോഗത്തെ സംബന്ധിച്ച ഞാൻ ചലഞ്ച് ചെയ്യുന്നു. ആ മന്ത്രിയുടെ ഓഫീസിൽ അവിടെ പിന്നെ CCTV ഉണ്ടെങ്കിൽ പുറത്തുവിടട്ടെ. ഏതൊക്കെ സെക്രട്ടറിമാർ അതിൽ പങ്കെടുത്തു എന്ന് പറയട്ടെ. എന്തായിരുന്നു തീരുമാനം എന്ന് പറയട്ടെ. 10-ാം തീയതി പിന്നെ അതിന് സമയം എക്സൈസ് മന്ത്രി കൊടുത്തിട്ടുണ്ടോ എന്ന് പറയട്ടെ. സെക്രട്ടറിമാരോട് ചോദിക്കാൻ പറയും. അപ്പോൾ അതൊക്കെ വസ്തുതാപരമായി നടന്നിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ അഴിമതി കാണിച്ചാൽ ഉടനെ റിയാസ് ആണെന്ന് അനിൽകുമാറിന് തോന്നിപ്പോന്നെങ്കിൽ എനിക്കൊന്നും പറയാനില്ല. റിയാസ് മാത്രമല്ല, ഞങ്ങൾ പറയുന്നത് രാജേഷിനെ കൂടി ചേർത്ത, മുഖ്യമന്ത്രിയോട് ചേർത്ത,
അത് ഞങ്ങൾ പറയുമ്പോൾ അതിനകത്ത് വസ്തുതാപരമായി കേൾക്കണം ഒന്ന്. പിന്നെ